ഹായ്, നമുക്കിന്ന് എങ്ങനെയാണ് സൂചി റവയുണ്ട് എങ്ങനെയാണ് ഹൽവ ഉണ്ടാക്കണം നോക്കാം. ഇതിന് കേസരി എന്നും പറയും. 2 കപ്പ് ഫൈൻ സൂചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2.5 കപ്പ് പഞ്ചസാര വേണം, 1 കപ്പ് നെയ്യ് വേണം, പിന്നെ ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുന്തിരിങ്ങ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാനിൽ ഞാൻ ആ 1 കപ്പ് നെയ്യിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പാനിൽ വെച്ച് ചൂടാക്കി. തീ വളരെ കുറച്ചിട്ടാണ് വെച്ചത്. എന്നിട്ട് ഞാൻ കാഷ്യൂ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കുകയാണ് ആദ്യം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കഴിഞ്ഞിട്ട് ആ നെയ്യിൽ തന്നെ റവ ചേർക്കാം. നമുക്ക് റവ ചേർത്ത് കഴിഞ്ഞ് തീ വളരെ കുറച്ച് വെക്കണം. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. വളരെ ഫൈനായിട്ടുള്ള സൂചിയാണിത്, സൂചി റവയാണ്. സാധാരണ ഉപ്പുമാവിന് ഉപയോഗിക്കുന്ന സൂചി റവയല്ല, വളരെ പൊടിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തീ വളരെ കുറച്ച് വെച്ചിട്ട് ആ നെയ്യിൽ നന്നായിട്ട് കൈവിടാതെ ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു ബ്രൗൺ കളർ വരും. വല്ലാതെ ബ്രൗൺ ആക്കണ്ട, കാരണം അപ്പം അത് സോഫ്റ്റായിട്ട് വരില്ല. പിന്നെ നെയ്യ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 4.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് കുറേശ്ശെ ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് റവയൊക്കെ. എന്നിട്ട് അതിലേക്ക് ആ 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോവും. കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ വേവിച്ചെടുക്കുക. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചാൽ മതി. ഈ 4.5 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഈ റവേനെ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തീരെ കട്ട കുത്താതെ നന്നായിട്ട് ഇളക്കണം. ആ വെള്ളം മുഴുവൻ ഒഴിച്ച് കഴിയുമ്പോഴേക്കും റവയൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഏകദേശം ഒരു 2.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തത്. ഈ പഞ്ചസാരയ്ക്ക് കുറച്ച് മധുരം കുറവാണ്. ഇതൊരു ഓർഗാനിക് ഷുഗറാണ്, അതുകൊണ്ട് അതിന് കുറച്ച് മധുരം കുറവാണ്. അപ്പം നിങ്ങളൊരു 2 കപ്പ് ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടി ചേർത്താൽ മതി. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറയ്ക്കും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര നന്നായി ചേർത്തിട്ട് ബാക്കിയുള്ള നെയ്യും കൂടി അതിൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാഫ്രോൺ പാലിൽ കലക്കിയിട്ട് അതിലൊഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഏലക്കായുടെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറ് ചേർക്കാം. എന്നിട്ട് നല്ല ചൂടോടെ അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ചൂടോടെ വിളമ്പിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ആക്കി പടച്ച് നല്ല ഷേപ്പിൽ വിളമ്പും ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഹലുവ മാതിരി എല്ലാവർക്കും എടുത്ത് കഴിക്കും ചെയ്യാം. എന്തായാലും നിങ്ങൾ ഹലുവയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരെ bye. Thank you for watching. Please try the recipe and leave comments. Thank you.